യൂട്യൂബിൽ നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന ആളുകളാണ്. യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ അങ്ങ് ഓഫ് ചെയ്താൽ യൂട്യൂബിൽ നമ്മൾ പ്ലേ ചെയ്ത വീഡിയോ അങ്ങ് ഓഫായി പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇതുപോലൊരു വീഡിയോ പ്ലേ ചെയ്താൽ നമ്മളത് നമ്മുടെ സ്ക്രീന് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോക്കിലേക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വരുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിലെ വീഡിയോ അങ്ങ് ഓഫ് ആകും. നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും പാട്ട് കേട്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വെച്ച് കേൾക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രസംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കാണണ്ട, പക്ഷേ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിനകത്തുള്ള ആ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ പ്ലേ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആണ്, പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു ടിപ്സാണ്. അപ്പോൾ അതെങ്ങനെ ആ ഒരു ടിപ്സ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്താണോ ഏത് വീഡിയോ ആണോ നിങ്ങൾ പ്ലേ ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ ആ വീഡിയോ ഇതുപോലെ പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, പ്ലേ ചെയ്യുന്ന വീഡിയോയുടെ ഈ ഐക്കൺ പിടിച്ചുകൊണ്ടുള്ള അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതുപോലെയായിരിക്കും നിങ്ങൾ അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വരിക. അപ്പോൾ ഇതുപോലൊരു റീഫ്രഷിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. ശേഷം ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ബാക്ക് അടിക്കുക. അപ്പോൾ ബാക്ക് അടിക്കുമ്പോൾ കാണാൻ സാധിക്കും ആ വീഡിയോ ഇവിടെ നിന്ന് പോകില്ല, ഇവിടെ താഴെ കാണുന്ന ഭാഗത്തുണ്ട്. ഇനി നമ്മൾ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഷോർട്സ് എന്നുള്ള യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഷോർട്സ്. ഈ ഷോർട്സ് എന്നുള്ള കുറച്ച് വീഡിയോകൾ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം പ്ലേ ചെയ്യുക. ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 2 സെക്കൻഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്ത ശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച ആ വീഡിയോ ഇവിടെ ഉണ്ടാകും. അത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെയാണ് ആക്കി വെച്ചത്. ഇതുപോലെ ഈ റീഫ്രഷിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ട്. ഇനി നമ്മളിത് ഈ ലൈൻ പിടിച്ച് നമ്മൾ നേരത്തെ പ്ലേ ചെയ്ത് പോയ ആ ലൈൻ പിടിച്ച് ആദ്യത്തിലേക്ക് കൊണ്ടുവരിക. ശേഷം നിങ്ങളിത് പ്ലേ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പ്ലേ ആകുന്നുണ്ട്. ഇനി ഞാനിത് സൗണ്ട് കൂട്ടുകയാണ്. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീൻ ഓഫാണ്, യൂട്യൂബിൻ്റെ സ്ക്രീൻ ഓഫാണ്. ആ വീഡിയോയുടെ പ്ലേ ചെയ്യുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കും. ആ വീഡിയോയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നമ്മുടെ യൂട്യൂബ് ഓഫാണ്, കേൾക്കാൻ സാധിക്കും. അപ്പോൾ യൂട്യൂബിൽ ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആ യൂട്യൂബിലെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ യൂട്യൂബിൽ ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്തുള്ള വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്തപ്പോഴും ആ യൂട്യൂബിൽ ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞാനിത് ഓഫ് ചെയ്യാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇത് ഓഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ വീഡിയോ ഓഫ് ആകുന്നുമില്ല, എനിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഓഫ് ആകാതെ പ്ലേ ആകും. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ സ്ക്രീന് ലോക്ക് ചെയ്ത് വെക്കാം, മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഓഫ് ചെയ്ത് വെക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇത് ഓഫ് ആക്കുന്നതിന് വേണ്ടി ഈ താഴെ കാണുന്ന ഭാഗത്തുള്ള ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഓഫ് ആകുകയും ചെയ്യും. നമുക്ക് ഇത്തരത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് യൂട്യൂബിലെ വീഡിയോ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെക്കുന്നുണ്ട്. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.